Dear friends, welcome to Electron College. So, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ബേസിക്കലി 2 ടൈപ്സ് ഓഫ് സർക്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഒന്ന് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, മറ്റൊന്ന് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. സോ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇൻ എ കോമ്പിനേഷണൽ സർക്യൂട്ട്, the output of a combinational circuit depends on its present inputs only. അതായത് present output of a combinational circuit, it depends on only its present inputs. Previously നമ്മൾ കൊടുത്ത ഇൻപുട്സുമായിട്ട് യാതൊരു ബന്ധവും പ്രസൻറ്റ് ഔട്ട്പുട്ടിന് ഉണ്ടാകത്തില്ല. ഓരോ ടൈം ഇൻസ്റ്റൻറ്റ് അറ്റ് ദ പ്രസൻറ്റ് ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കോമ്പിനേഷൻ എന്താണോ, ബേസ്ഡ് ഓൺ ദാറ്റ് കോമ്പിനേഷൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. അതായത് പ്രസൻറ്റ് ഇൻപുട്സ് ആയിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ട്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ഔട്ട്പുട്ട്സുമായിട്ട് പ്രസൻറ്റ് ഔട്ട്പുട്ടിന് യാതൊരു റിലേഷനും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മെമ്മറി എലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഔട്ട്പുട്ട് പ്രീവിയസ് ഇൻപുട്സുമായിട്ട് റിലേറ്റഡ് അല്ല, പ്രീവിയസ് ഇൻപുട്സിനെ ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ അത്തരം പ്രീവിയസ് ഇൻപുട്സിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ആൻഡ് മോർ ഓവർ ദർ ഈസ് നോ നീഡ് ഓഫ് മെമ്മറി എലിമെൻറ്റ്. അപ്പോൾ ഒരു ബേസിക് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ റിപ്രസെൻറ്റേഷനാണിത്. ലോജിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി മെയ്ഡ് ഓഫ് ലോജിക് ഗേറ്റ്സ്. പിന്നെ ദർ വിൽ ബി n ഇൻപുട്ട് വേരിയബിൾസ്, അതോടൊപ്പം ദർ വിൽ ബി m ഔട്ട്പുട്ട് വേരിയബിൾസ് ഓൾസോ. സോ നമുക്ക് ഫ്യൂ കോമ്പിനേഷണൽ സർക്യൂട്ട്സിനെ കുറിച്ച് നോക്കാം. ദ ഫസ്റ്റ് വൺ, ബൈനറി ആഡേഴ്സ്. നൗ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആഡർ ഈസ് ഹാഫ് ആഡർ. എന്താണ് ഹാഫ് ആഡർ എന്ന് നോക്കാം. എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ദി അഡീഷൻ ഓഫ് 2 ബിറ്റ്സ് അറ്റ് എ ടൈം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 0 plus 1. So this is 1 bit, this is another bit. So addition of 2 bits. അപ്പോൾ half adder can perform the addition of 2 bits at a time. So such an adder is called half adder. So it is a combinational circuit. അതായത് present output depends on the present input, and it performs the addition of 2 bits at a time. 2 bits മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So it adds 2 bits A, B and produces the sum and carry. So ഇതൊരു റിപ്രസെൻറ്റേഷൻ ആണ് ഹാഫ് ആഡറിൻ്റെ. ഇപ്പോൾ 2 ഇൻപുട്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇൻപുട്ട് എ, ഇൻപുട്ട് ബി, അതായത് ബിറ്റ് എ ആൻഡ് ബിറ്റ് ബി. അപ്പോൾ 2 ഔട്ട്പുട്ട് ആയിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് സം, ഫസ്റ്റ് ഔട്ട്പുട്ട്, അതായത് സം. സെക്കൻഡ് ഈസ് ദ ക്യാരി. സോ ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ ആണിത്. സി ദിസ് ഈസ് ദ ഫസ്റ്റ് ബിറ്റ്, ദിസ് ഈസ് ദ സെക്കൻഡ് ബിറ്റ്, ബിറ്റ് എ, ബിറ്റ് ബി. അപ്പോൾ 2 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ വി വിൽ ഹാവ് 4 കോമ്പിനേഷൻസ്, 0 0 0 1 1 0 1 1. അപ്പോൾ ഇത് 2 ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് സം ബിറ്റ്, സം, മറ്റൊന്ന് ക്യാരി. സോ ബേസിക്കലി ഈ സം എന്ന് ഉദ്ദേശിക്കുന്നത്, സം ഈസ് ആക്ച്വലി എ ബിയുടെ XOR വാല്യൂ ആയിരിക്കും സം. ബേസിക്കലി ഇറ്റ് ഈസ് അഡിഷൻ, ബട്ട് ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ദ XOR ഓഫ് എ ആൻഡ് ബി. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 ബിറ്റ്സിൻ്റെ XOR വാല്യൂ, ദാറ്റ് വിൽ ബി ദ സം. ഇപ്പോൾ ക്യാരി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ദ ആൻഡ്, ലോജിക്കൽ ആൻഡ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ അതിൻ്റെ ഈ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. സം എസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദി XOR ഇക്വേഷൻ. ആൻഡ് ക്യാരി സി ഈസ് ഈക്വൽ ടു എ ബി, അതായത് ആൻഡ് ഓപ്പറേഷൻ ആണിത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. 1 0. സോ എ ഈസ് 1, ബി ഈസ് 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ബി, ബി ഈസ് 0. സോ ബി കോംപ്ലിമെൻറ്റ് ഈസ് 1 പ്ലസ് എ കോംപ്ലിമെൻറ്റ്, എ 1 അല്ലേ. സോ എ കോംപ്ലിമെൻറ്റ് വിൽ ബി 0 ആൻഡ് ബി ഈസ് ഓൾറെഡി 0. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. സോ ദിസ് ഈസ് സം. സോ ഈ സം ലോജിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. സിമിലർലി ക്യാരി ഈസ് ഈക്വൽ ടു ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ആൻഡ് ബി, അതായത് 0 ആൻഡ് 0 ഇറ്റ് ഈസ് 0, 0 ആൻഡ് 1 ഇറ്റ് ഈസ് 0 അല്ലേ, 1 ആൻഡ് 1 ഇറ്റ് ഈസ് 1. അപ്പോൾ ഇതാണ് ഹാഫ് ആഡറിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ. 2 ബിറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഹാഫ് ആഡർ യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം 2 ബിറ്റ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 2 ഇക്വേഷൻസ് ഓർമ്മയുണ്ടാവണം, സം ഇക്വേഷൻ പിന്നെ ക്യാരിയുടെ ഇക്വേഷൻ.
സോ ഇതിൻ്റെ റിയലൈസേഷൻ നോക്കാം, ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, എസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി, അതായത് എക്സോർ ഇക്വേഷനാണ്. അപ്പോൾ സം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടതൊരു എക്സോർ ഓപ്പറേഷനാണ്. സോ എക്സോർ ഗേറ്റ്, നമുക്ക് എക്സോർ ഗേറ്റ് വേണം. ആൻഡ് ക്യാരിയുടെ ഇക്വേഷൻ സി ഈക്വൽ ടു എ ബി. സോ ഇറ്റ് ഈസ് ബേസിക്കലി ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ആൻഡ് ലോജിക്കൽ ഗേറ്റ് ആണ്. സോ ദിസ് ഈസ് ഹാഫ് ആഡർ വൺ മോഡൽ ഓഫ് റിയലൈസേഷൻ. അതായത് നമ്മുടെ രണ്ട് ഇൻപുട്ട്സ് എയും ബിയും ആണ്, സം അല്ലേ. ഇതൊരു എക്സോർ ഗേറ്റ് ആണ്. ദിസ് ഈസ് ആൻ എക്സോർ ഗേറ്റ്. ഫസ്റ്റ് ഇൻപുട്ട് എ, സെക്കൻഡ് ഇൻപുട്ട് ബി. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാമല്ലോ, എസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ. എക്സോർ ഇക്വേഷൻ നത്തിങ് ബട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ബിറ്റിൻ്റെയും ആഡഡ് വാല്യൂ ആയിരിക്കും, സം ബിറ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ക്യാരിയുടെ ഇക്വേഷൻ നമുക്കറിയാം, സി ഈക്വൽ ടു എ ബി. സോ ദിസ് ഈസ് ആൻഡ് ഗേറ്റ് അല്ലേ, ആൻഡ് ഓപ്പറേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻഡ് ഗേറ്റ്. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ, സെക്കൻഡ് ഇൻപുട്ട് ഈസ് ബി. സോ സി ഈക്വൽ ടു എ ബി. അപ്പോൾ ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ആഡർ വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. Now half adder realization using AND or invert logic. So now here AND or invert logic use ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ. നമ്മുടെ ഇക്വേഷൻ അറിയാമല്ലോ, സമ്മിൻ്റെ ഇക്വേഷൻ എസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ. സോ അതാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സി ദിസ് ഈസ് ഇൻപുട്ട് എ, ഇൻപുട്ട് ബി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ജനറേറ്റ് ആവുന്നത്? ദിസ് ഈസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ബി. സോ ഇറ്റ് വിൽ ബി എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി. ആൻഡ് ഈ ആൻഡിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. സോ ദിസ് ഈസ് ഇൻപുട്ട് ബി, ഇതൊരു നോട്ട് ഗേറ്റ് ആണ്. സോ ദിസ് വിൽ ബി ബി കോംപ്ലിമെൻറ്റ് ആൻഡ് സെക്കൻഡ് ഇൻപുട്ട് ഈസ് എ. സോ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് എ. ആൻഡ് ഇതൊരു ഓർ ഗേറ്റ് ആണ് അല്ലേ, ഈ ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഓർ ഗേറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി അല്ലേ. ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ് ബി ഓർ ലോജിക്കൽ ഓർ, അതായത് പ്ലസ്. ആൻഡ് സെക്കൻഡ് ഇൻപുട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ് എ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് XOR. ദിസ് ഈസ് XOR ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ദ സം എസ് ഈക്വൽ ടു എം. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ സം ബിറ്റ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ക്യാരിയുടെ ഇംപ്ലിമെൻറ്റേഷൻ. ക്യാരി നമുക്ക് വേണ്ടതൊരു ആൻഡ് ഗേറ്റ് ആണ്. സോ ഫസ്റ്റ് ഇൻപുട്ട് ദ ബി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇൻപുട്ട്. ആൻഡ് എ ഈസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ബിറ്റ്സും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നു. ആൻഡ് സി ദിസ് ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇത് ആൻഡ് ഓർ ഇൻവെർട്ട് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഹാഫ് ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രീവിയസ് റിപ്രസെൻറ്റേഷനിൽ XOR ഗേറ്റും ആൻഡ് ഗേറ്റുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കലി ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. ആ പ്രസൻറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതായിരിക്കും പ്രസൻറ്റ് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇൻപുട്സുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അപ്പോൾ ഇത്തരം സർക്യൂട്ട്സിനെയാണ് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹാഫ് ആഡർ യൂസിങ് നാൻഡ് ലോജിക്ക് നോക്കാം. നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഹാഫ് ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി. ഇതാണല്ലോ നമ്മുടെ സം ഇക്വേഷൻ. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ്. സോ ഈ ഒരു ടേം നമ്മളിവിടെ ആഡ് ചെയ്യാണ് നാൻഡ് ലോജിക്കിലോട്ട് കൺവെർട്ട് ചെയ്യാൻ. സോ എ ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് ബേസിക്കലി ഇതിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പ്ലസ് 0 ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നമുക്ക്. സോ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. സോ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നാൻഡ് കൺവെർഷൻ ലോജിക്കിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. b into b complement. Now that is equal to a of a complement plus b complement അല്ലേ. സോ ഈ ഒരു കോമൺ രണ്ട് ടേംസിലും കോമൺ ടേം എടുക്കുകയാണ്. എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. ഇവിടെ ഈ രണ്ട് ടേംസിലും ബി കോമൺ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു a dot, now a complement plus b complement, this is equivalent to ab complement.
ബൈ ഡി മോർഗൻസ് ലോ. നമ്മൾ ഡി മോർഗൻസ് ലോ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. എ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ഇൻ ടേംസ് ഓഫ് നാൻഡ് ലോജിക് നമുക്കത് റിപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും എഗെയിൻ യൂസിങ് ഡി മോർഗൻസ് ലോ, this is equivalently represented as dot നമുക്ക് ഈ രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. എ ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. സോ ഇതിലിപ്പോൾ നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ഗീവ് യു ദ പ്രീവിയസ് എക്സ്പ്രഷൻ അല്ലേ. ഡി മോർഗൻസ് ലോ ഇതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതല്ലേ സംഭവിക്കുക. ഇവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഡോട്ട് പ്ലസ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും, എന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ്. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. സോ ഇൻ കേസ് നമ്മളിവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് അല്ലേ, ഡോട്ട് നമ്മൾ പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബി ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്യണം. So that is double complement. So that is actually equal to a dot a complement b plus b dot, because this double complement will get cancelled. So that is similar to this equation. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഈ രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യാം, നാൻഡ് ലോജിക്കിലോട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ഹൗ യു വിൽ കൺവേർട്ട് ദിസ് ടു നാൻഡ് ലോജിക്. അപ്പോൾ ഹാഫ് ആഡർ റിയലൈസേഷൻ യൂസിങ് NAND logic ആണ് ഈ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഫസ്റ്റ് ഇൻപുട്ട് എ, ദിസ് ഈസ് സെക്കൻഡ് ഇൻപുട്ട് ബി. സോ ദിസ് ഈസ് എ NAND ഗേറ്റ്. സോ ഹിയർ യു വിൽ ഗെറ്റ് എന്താണ് NAND ഓപ്പറേഷൻ എ ബി കോംപ്ലിമെൻറ്റ്. ആൻഡ് ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ, സെക്കൻഡ് ഇൻപുട്ട് ഈസ് എ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ പർട്ടിക്കുലർ ഗേറ്റ് ഫസ്റ്റ് ഇൻപുട്ട് ഈസ് എ ബി കോംപ്ലിമെൻറ്റ്, സെക്കൻഡ് ഇൻപുട്ട് ഈസ് ബി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ബി ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ദെൻ വീണ്ടും നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് ഇവിടെ ചെയ്യുന്നത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? എ ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് NAND ഫൈനൽ കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സം അല്ലേ. ഈ എക്സ്പ്രഷൻ ആണല്ലോ നമുക്കിവിടെ കിട്ടിയത്. ദിസ് ഈസ് യുവർ ഫൈനൽ എക്സ്പ്രഷൻ. സോ നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. സിമിലർലി ക്യാരി ഓൾസോ നാൻഡ് ഗേറ്റ്. ദിസ് ഈസ് ക്യാരിയുടെ ഇൻപുട്ട് എന്താണ്? ഇങ്ങോട്ട് ഈ പോയിന്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ ബി കോംപ്ലിമെൻ്റ് ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. രണ്ട് ഇൻപുട്ട്സും കോമൺ ആയിട്ട് ടൈ ചെയ്തിരിക്കുകയാണ്. സോ ഇതൊരു ഇൻവെർട്ടറായിട്ട് ആക്ട് ചെയ്യുകയാണ് അല്ലേ. നമ്മളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് സെഷനിൽ. സോ ഇത് ശരിക്കും ഇൻപുട്ടിനെ ഇൻവെർട്ട് ചെയ്യുകയാണ്. എ ബി ഡബിൾ കോംപ്ലിമെൻറ്റ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എ ബി. ദാറ്റ് ഈസ് ദ ക്യാരി അല്ലേ. ക്യാരി എന്ന് പറയുന്നത് ആൻഡ് എക്സ്പ്രഷനാണ്, ആൻഡ് ഓപ്പറേഷനാണ് ക്യാരി. സോ സി ഈക്വൽ ടു എ ബി. നൗ സോ ഈ രീതിയിൽ നമുക്ക് നാൻഡ് ലോജിക് യൂസ് ചെയ്തിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. നൗ ഹാഫ് ആഡർ റിയലൈസേഷൻ യൂസിങ് നോർ ലോജിക്. സോ നോർ ലോജിക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സോ എസ് ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് എ. യെസ്, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ ഇത്, സം XOR ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് 0. അപ്പോൾ നമ്മളൊരു പ്ലസ് 0 ചെയ്യാണ് ടു കൺവേർട്ട് ദിസ് ടു നോർ ലോജിക്. സോറി എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി അല്ലേ. പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. സോ ഈ ഒരു ടേം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാണ് ഇവിടെ. നോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോമൺ ടേംസിനെ പുറത്തേക്ക് എടുക്കുക. എ ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ഇൻറ്റു
എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. കോമൺ ടേംസിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? എ പ്ലസ് ബി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. നോ ഇതൊരു നോർ ലോജിക്കായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ സ്റ്റിൽ ഇവിടെ ഒരു ഡോട്ട് ഓപ്പറേഷൻ ഉണ്ട്, നമുക്ക് അതിനെ നോറായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ക്യാൻ ബി ഇക്വലൻലി റിപ്രസെൻറ്റഡ് ആസ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. സോ ഇത് ബൈ ഡി മോർഗൻസ് ലോ, ആ പ്രീവിയസ് നാൻഡ് ലോജിക്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത അതേ മെത്തേഡാണ്. ബൈ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇക്വലൻലി ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ നോർ ലോജിക്. So that is what is represented here, half adder realization using NOR logic. So just ഈ ഒരു സർക്യൂട്ട് നോക്കുക, you are giving two inputs A and B. So NOR gates ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്സ് നോക്കാം. സോ ഇത് NOR ഗേറ്റ്, ഇതിൻ്റെ ഇൻപുട്ട്സ് ടൈ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ ഓൺലി ഇൻപുട്ട് ഗിവൺ ഈസ് എ. സോ എ വിൽ ബി ഇൻവെർട്ടഡ് അല്ലേ? നമ്മൾ ആ കോൺസെപ്റ്റ് പഠിച്ചതാണ്. NOR ഗേറ്റ് ഈസ് ആക്ടിങ് ഹിയർ ആസ് ആൻ ഇൻവെർട്ടർ. സോ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ഇവിടെ ദിസ് ഈസ് അനദർ NOR ഗേറ്റ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബി ആണ് അല്ലേ? ബി ഈസ് പ്രൊവൈഡഡ് ആസ് ദ ഇൻപുട്ട്. അപ്പോൾ ബി വിൽ ബി ഇൻവെർട്ടഡ്. സോ ബി കോംപ്ലിമെൻറ്റ്. ദെൻ ഇത് വീണ്ടും ഒരു NOR ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എ പ്ലസ് ബി NOR ഓപ്പറേഷൻ അല്ലേ? എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ദെൻ ഈ ഗേറ്റ് നോക്കുക. ഈ ഗേറ്റ് ദ എ കോംപ്ലിമെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട്, ബി കോംപ്ലിമെൻറ്റ് ഈസ് ദ സെക്കൻഡ് ഇൻപുട്ട്. സോ ഇവിടെ ഇറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ? NOR ഓപ്പറേഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് NOR ഗേറ്റ്? ഇവിടെ എന്താണ് സംഭവിക്കുക? സം ഓഫ് NOR ഓപ്പറേഷൻ ബിറ്റ്വീൻ ദിസ് ഇൻപുട്ട്, ഈ വാല്യൂ ആണല്ലോ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, ആൻഡ് ഈ വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്, ഫസ്റ്റ് ടു ഇൻപുട്ട്സ്. സോ അതിൻ്റെ NOR വാല്യൂ ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് second input a plus b the complement NOR, that is the total complement. So this is actually the sum equation, and so this gives the sum equation alle, the final sum equation. അതായിരുന്നല്ലോ നമ്മുടെ സം ഇക്വേഷൻ NOR ലോജിക്. അപ്പോൾ സം ഹാഫ് ആഡർ സം ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വെരി ഈസിലി ബൈ NOR ഗേറ്റ്. ആൻഡ് ഇത് സി ആണ്. സി ഈക്വൽ ടു, so this is the value a complement plus b complement the whole complement. Now that is actually equal to a double complement dot b double complement alle, by De Morgan's law. So that is equal to ab. That is nothing but carry. Carry is nothing but the AND operation. So ഈ രീതിയിൽ ഹാഫ് ആഡർ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ലോജിക്കിലും റിപ്രസെൻറ്റ് ചെയ്യാം. സോ ഹാഫ് ആഡർ ബേസിക്കലി യൂസ് ചെയ്യുന്നത് രണ്ട് ബിറ്റ്സ് ആഡ് ചെയ്യാനാണ്. അറ്റ് എ ടൈം രണ്ട് ബിറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം, ബിറ്റ് എ ആസ് വെൽ ആസ് ബിറ്റ് ബി. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് NAND, NOR ഓർ AND ഓർ ഇൻവെർട്ട് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യാം. സോ നൗ full adder. Second type of adder is full adder. So full adder, it is another combinational circuit that performs the addition of 3 bits at a time. ജസ്റ്റ് അഡീഷൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. രണ്ട് 3 ബിറ്റ് നമ്പേഴ്സ് നമുക്ക് എടുക്കാം. 0 1 1 0 0 1. സോ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഈ രണ്ട് ബിറ്റ്സും ആയിരിക്കും നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. 1 + 1 ദാറ്റ് ഈസ് 0. 0 ഈസ് ദ സം, 1 ഈസ് ദ ക്യാരി അല്ലേ? ആൻഡ് ഈ സെക്കൻഡ് അഡീഷൻ, ഈ സെക്കൻഡ് പൊസിഷൻ, സെക്കൻഡ് കോളം, ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ആൻഡ് തേർഡ് കോളം. സെക്കൻഡ് കോളം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 ബിറ്റ്സ് ആഡ് ചെയ്യാനുണ്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ബിറ്റ്, ദിസ് ഈസ് ദ സെക്കൻഡ് ബിറ്റ് ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ബിറ്റ്. ഈ തേർഡ് ബിറ്റ് എവിടെ നിന്നായിരുന്നു വന്നത്? തേർഡ് ബിറ്റ് പ്രീവിയസ് അഡിഷൻ്റെ ക്യാരി ആയിരുന്നു അല്ലേ? ഈ രണ്ട് ബിറ്റ്സ് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച ക്യാരി ബിറ്റാണ് ഈ പർട്ടിക്കുലർ ബിറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ക്യാരി ബിറ്റ്
നമ്മുടെ ഒറിജിനൽ 2 ബിറ്റ്സിൻ്റെയും കൂടെ ആഡ് ചെയ്യണം. നോർമലി നമ്മൾ ഇങ്ങനെയാണല്ലോ അഡീഷൻ ചെയ്യുന്നത്. 2 ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ, ഒരു കോളത്തിൽ 2 ബിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ക്യാരി ജനറേറ്റഡ് ആവുകയാണെങ്കിൽ ആ ക്യാരി നമ്മൾ നെക്സ്റ്റ് കോളം ബിറ്റ്സുമായിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്യാരി ഇൻ എന്ന് പറയുന്നത്, അല്ലേ? ഈ ബിറ്റ്സുമായിട്ട് നോക്കുമ്പോൾ ഈ കോളത്തിൽ വിത്ത് റെഫറൻസ് ടു ദിസ് കോളം, ദിസ് ബിറ്റ് ഈസ് കോൾഡ് ക്യാരി ഇൻ, ആൻഡ് വിത്ത് റെഫറൻസ് ടു ദ ഫസ്റ്റ് കോളം നമുക്കിതിനെ ക്യാരി ഔട്ട് എന്ന് പറയാം, അല്ലേ? ഇവിടെ നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 + 1 0, ദാറ്റ് ഈസ് ദ സം, ആൻഡ് 1 ദാറ്റ് ഈസ് ദ ക്യാരി ഔട്ട്. ദിസ് 1 ഈസ് ദ ക്യാരി ഔട്ട്. ഈ ക്യാരി ഔട്ടാണ് നെക്സ്റ്റ് കോളത്തിലോട്ട് ക്യാരി ഇന്നായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 ബിറ്റ്സ് ആഡ് ചെയ്യണം, 3 ബിറ്റ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്തരം കേസസിൽ നമുക്ക് ഫുൾ ആഡർ യൂസ് ചെയ്യാം. സോ ഫുൾ ആഡർ ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് 3 ബിറ്റ്സ് അറ്റ് എ ടൈം. അതായത് എ കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് പെർഫോംസ് ദി അഡീഷൻ ഓഫ് 3 ബിറ്റ്സ് അറ്റ് എ ടൈം ഈസ് കോൾഡ് ഫുൾ ആഡർ. അപ്പോൾ 3 ബിറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. അതായത് ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, പിന്നെ ഒരു ക്യാരി ബിറ്റ്. പ്രീവിയസ് കോളത്തിൽ നിന്നും ക്യാരി ഔട്ടായിട്ട് വരുന്ന ഒരു ക്യാരി ബിറ്റ് വാല്യൂ, ആ ക്യാരി ബിറ്റിനെയും നമ്മൾ നമ്മുടെ പ്രസൻറ്റ് കോളത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. സോ അപ്പോൾ 3 ബിറ്റ്സ് ആഡ് ചെയ്യാനുണ്ടാവും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബിറ്റ് ആൻഡ് ദ സെക്കൻഡ് ബിറ്റ് ഓർ ദ ഒറിജിനൽ ബിറ്റ്സ്, ആൻഡ് ദ തേർഡ് ബിറ്റ് വിൽ ബി ദ ക്യാരി ഇൻ, ദാറ്റ് ഈസ് കോൾഡ് ക്യാരി ഇൻ. അപ്പോൾ 3 ബിറ്റ്സ് അറ്റ് എ ടൈം ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ദർ നമുക്കൊരു ഫുൾ ആഡറിനെ യൂസ് ചെയ്യാം. അവിടെയാണ് നമ്മൾ ഫുൾ ആഡർ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ആഡ്സ് 2 ബിറ്റ്സ് ആൻഡ് എ ക്യാരി ആൻഡ് ഔട്ട്പുട്ട്സ് എ സം ബിറ്റ് ആൻഡ് എ ക്യാരി ബിറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നതും 2 ബിറ്റ്സ് ഉണ്ടാവും, സം ആൻഡ് ക്യാരി ഔട്ട്. ആൻഡ് ഒരു ഫുൾ ആഡർ ട്രൂത്ത് ടേബിൾ, ഫുൾ ആഡറിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഈ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻപുട്ട്സ് എ ബി സി ഇൻ, അല്ലേ? 3 ഇൻപുട്ട്സ് ആണ്, 3 ബിറ്റ്സിനെയാണ് ആഡ് ചെയ്യുന്നത്, എ ബി ആസ് വെൽ ആസ് സി ഇൻ. 3 ഇൻപുട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസിബിൾ 8 കോമ്പിനേഷൻസ് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യാം. 0 0 0 0 0 1 0 1 0 അപ് ടു 1 1 1. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് 2 ബിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സം ആസ് വെൽ ആസ് ക്യാരി, yes and C out. So this is carry in and here it is carry out. So it's just addition ആണ്, അതായത് നോർമൽ ഓർ ഓപ്പറേഷൻ 0 0 0 0 0 0 1 1 0 1 0, that is 1 0 1 1, that is 1 plus 1, അല്ലേ? that is sum will be 0 and carry out will be 1. ഇവിടെ 1 0 0, that is 1, carry will be 0, 1 0 1, again sum 0 ആയിരിക്കും, carry will be 1, 1 1 0 അതുപോലെയാണ് 0 1, and 1 1 1, 3 ones വരുമ്പോൾ sum will be 1, carry will be 1, carry out is also equal to 1. Now full adder sum term, അപ്പോൾ നമ്മൾ ഹാഫ് ആഡറിൽ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഈ സം ടേം നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ബേസിക്കലി ഇറ്റ് ഈസ് ദ XOR ഓപ്പറേഷൻ ഓഫ് ദ 2 ബിറ്റ്സ്. ഇവിടെ ഇറ്റ് ഈസ് ദ XOR ഓപ്പറേഷൻ ഓഫ് ദ 3 ബിറ്റ്സ്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. So yes, sum s equal to, so what will be s? s equations എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതാൻ അറിയാമല്ലോ, നമ്മൾ എവിടേക്കാണ് ഈ 1 s മിൻ ടേം 1 ജനറേറ്റ് ചെയ്യുന്ന എവിടേക്കാണ് നോക്കുക. സോ ഫോർ ഈ 4 കോമ്പിനേഷൻ, ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു കോമ്പിനേഷൻ, ദിസ് കോമ്പിനേഷൻ ആൻഡ് ദിസ് കോമ്പിനേഷൻ, ഈ 4 കോമ്പിനേഷൻസ് ആണ് സം 1 ലോജിക്കലി 1 ആവുന്നത്. ബാക്കി ടേംസ് 0 ആണ്. അപ്പോൾ ഈ 4 എക്സ്പ്രഷൻസും എടുക്കുക. സോ ദാറ്റ് ഈസ് സം ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി ഇൻ, ശരിയല്ലേ? യാ, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് സി ഇൻ പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി സി ഇൻ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി ഇൻ കോംപ്ലിമെൻറ്റ് പ്ലസ് ആൻഡ് ഫൈനലി ഈ ഒരു എക്സ്പ്രഷൻ, ദിസ് ഈസ് എ ബി സി ഇൻ plus a b c in. Now that is equal to a c in common terms നെ ഒരുമിച്ച് എഴുതാം, a b complement plus a complement b into c in complement, അല്ലേ? c in complement plus a b plus a complement b complement into c in, ഈ 2 terms. Now that is equal to, so a b complement plus a complement b, it is nothing but a XOR b into c in complement plus a XOR b, that is nothing but, this is actually XNOR, alle? a b plus a complement b complement is nothing but
XNOR operation. It is basically XNOR operation. That അതായത് it is nothing but A XOR B the whole complement. ഈ റിലേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സോ ദാറ്റ് ഈസ് സീൻ ഇൻറ്റു സീൻ. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു, so this is actually A XOR B seen complement plus A XOR B complement seen. This is nothing but XOR operation അല്ലേ? ഇതൊരു XOR operation ആണല്ലോ, ശരിയല്ലേ? XOR operation എന്ന് പറയുന്നത് it is A B complement plus B complement A. This is XOR operation. അത് തന്നെയല്ലേ ഈ ഇക്വേഷൻ? A XOR B seen complement plus A XOR B complement seen. So that is nothing but XOR operation of A XOR B XOR C. ശരിയല്ലേ? So this is the final expression. So ഇവിടെയും സം ടേം എന്ന് പറയുന്നത് എ പി സി ആ 3 ഇൻപുട്ട് ബിറ്റ്സിൻ്റെ XOR ഓപ്പറേഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി XOR ഓപ്പറേഷൻ ഓഫ് ദ ഫസ്റ്റ് 3 ഇൻപുട്ട് ബിറ്റ്സ്. ആൻഡ് ക്യാരിയുടെ ഒരു എക്സ്പ്രഷൻ നോക്കാം. സി ഔട്ട് അല്ലേ? സി ഔട്ട് ഈസ് ഈക്വൽ ടു സി ഔട്ട് ഏതൊക്കെയാണ് എക്സ്പ്രഷൻ? ഇവിടെ ഒരു 1 ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇവിടെ ഇവിടെ. സോ ഈ 4 ടേംസ്, ഈ 4 ടേംസാണ് നമുക്ക് വേണ്ടത്. സി ഔട്ട് ഈസ് ഈക്വൽ ടു, so A complement B C in plus A B complement C in plus A B C in complement plus A B C in. നമ്മൾ ആ 2 ടേബിളിൽ നിന്നുമാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ കോമൺ ടേംസ് എ ബി. സോ എ ബി ഈസ് കോമൺ ഹിയർ. എ ബി ഇൻറ്റു സി ഇൻ കോംപ്ലിമെൻറ്റ് പ്ലസ് സി ഇൻ plus A complement B plus A B complement into C. So that is equal to C in complement plus C in. അത് 1 ആണ് അല്ലേ? A B into 1 plus, so A complement B plus A B complement, that is nothing but A XOR B. A XOR B into C. So that is equal to A B plus A XOR B into C. So this is the expression for C out of a full adder. So ഈ ഒരു എക്സ്പ്രഷൻസ്, ഈ ഫൈനൽ എക്സ്പ്രഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാവണം. ബേസിക്കലി സം എന്ന് പറയുന്നത് ആഡർ, ഹാഫ് ആഡർ ആണെങ്കിലും ഫുൾ ആഡർ ആണെങ്കിലും ഇറ്റ് ഈസ് ബേസിക്കലി ദ XOR ഓപ്പറേഷൻ. സം വരുമ്പോൾ, ക്യാരി വരുമ്പോൾ ഹാഫ് ആഡറിലത് ഒരു ജസ്റ്റ് ഒരു ആൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഇവിടെ എ ബി പ്ലസ് A XOR B into C in. Now so full adder under implementation ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോജിക് ഡയഗ്രാം യൂസിങ് 2 XOR gates and 2 AND gates. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫുൾ ആഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ കോമ്പിനേഷൻ ഓഫ് 2 ഹാഫ് ആഡേഴ്സ്. നമ്മളത് ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ 2 ഹാഫ് ആഡേഴ്സ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ ആഡർ അതിൻ്റെ ഒരു റിയലൈസേഷൻ കാണാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബിക്കോസ് ഹാഫ് ആഡർ എന്തായിരുന്നു എക്സ്പ്രഷൻ? സമ്മിൻ്റെ എക്സ്പ്രഷൻ A XOR B എന്നായിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഇവിടെ A XOR B XOR C. ഇതാണല്ലോ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ദിസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ഒരു ഹാഫ് ആഡർ. ഇത് നമ്മൾ ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫുൾ ആഡറിൻ്റെ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ A XOR B ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ ആൻസർ XOR വിത്ത് C in. ഇത് മറ്റൊരു ഹാഫ് ആഡർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്തും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഹാഫ് ആഡർ. സോ ഫസ്റ്റ് ഇൻപുട്ട് ഈസ് A, സെക്കൻഡ് ഇൻപുട്ട് ഈസ് B. ഹാഫ് ആഡർ എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? A XOR B. ദെൻ C in, വീണ്ടും ഒരു ഹാഫ് ആഡർ റിയലൈസ് ചെയ്തിട്ട് C in ഈ വാല്യൂവുമായിട്ട് നമ്മൾ വീണ്ടും ഹാഫ് ആഡറിലോട്ട് പാസ് ചെയ്യുന്നു. സോ ഹാഫ് ആഡർ വീണ്ടും ഒരു ഫൈനലി ഒരു XOR വാല്യൂ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് A XOR B XOR C. ശരിയല്ലേ? ഇതിൻ്റെ ഔട്ട്പുട്ട് A XOR B XOR C in. സോ ഈ ഒരു റിയലൈസേഷനിലും ബേസിക്കലി നമ്മൾ അത് തന്നെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദേ ഹാവ് യൂസ്ഡ് 2 ഹാഫ് ആഡേഴ്സ്. അങ്ങനെ തന്നെ നമുക്കതിനെ വിഷ്വലൈസ് ചെയ്യാം. ഫുൾ ആഡർ, ഒരു ഫുൾ ആഡറിനെ 2 ഹാഫ് ആഡർ ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യാം. ആൻഡ് സി ഇൻപുട്ട് ഈസ് A B and C in. അപ്പോൾ ഇതൊരു XOR ഗേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് S equal to A XOR B. So it is passed again to a XOR gate and second input എന്താണ്? second input is C in. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് S equal to A XOR B XOR C in. XOR operation of 3 bits.
അതുപോലെ തന്നെ സി ഔട്ട് ഓപ്പറേഷൻ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. സോ ഈ ഇൻപുട്ട് Cin ആണല്ലോ, ആൻഡ് ദിസ് ഇൻപുട്ട് ഈസ് A XOR B. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് A XOR B Cin. സോ ദാറ്റ് ഈസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് OR ഗേറ്റ്. ശരിയല്ലേ? A XOR B Cin. ആൻഡ് ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് B ആണ്, സെക്കൻഡ് ഇൻപുട്ട് A. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് C = AB. ഈ വാല്യൂ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ സി ഔട്ട് ഈസ് ഈക്വൽ ടു ഈ രണ്ടിൻ്റെയും OR ഓപ്പറേഷൻ, A XOR B Cin or AB. That is nothing but the Cout expression for full adder. സോ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സം ടേമും Cout ടേമും നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മൾ XOR ഗേറ്റും OR ഗേറ്റ്സുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. Now full adder using AOI logic. സോ ഇത് വളരെ സിമ്പിളാണ്. സം ആൻഡ് Cout, സമ്മും Cout ടേമും ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഓർ ഇൻവെർട്ട് ലോജിക്കാണ്. സമ്മിൻ്റെ എക്സ്പ്രഷൻ അറിയാമല്ലോ. സോ ഇതായിരുന്നു സമ്മിൻ്റെ എക്സ്പ്രഷൻ. ഇപ്പോൾ ഈ ഓരോ ടേംസും, സോ വി നീഡ് 4 ആൻഡ് ഗേറ്റ്സ് അല്ലേ. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വേണം, ഇവിടെ ആ ആൻഡ് ഗേറ്റും OR ഗേറ്റും യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 4 ആൻഡ് ഗേറ്റ്, 4 ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 4 ടേംസ്. എന്തൊക്കെയാണ്? A കോംപ്ലിമെൻറ്റ് B കോംപ്ലിമെൻറ്റ് Cin, അതുപോലെ A B Cin, ഇവിടെ A കോംപ്ലിമെൻറ്റ് B Cin കോംപ്ലിമെൻറ്റ്, ആൻഡ് A B കോംപ്ലിമെൻറ്റ് Cin കോംപ്ലിമെൻറ്റ്. 4 ടേംസ്. ഈ 4 ടേംസും കൂടി നമ്മൾ OR ചെയ്യുന്നു, അതായത് അഡിഷൻ, OR ഓപ്പറേഷൻ. യു വിൽ ഗെറ്റ് സം ടേം. ഈ സം ടേം ആണല്ലോ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ, ദിസ് പർട്ടിക്കുലർ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് ദ സം ടേം. അപ്പോൾ അതുപോലെ Coutന് നമുക്ക് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. എങ്ങനെ? 1 2 3 4 4 ആൻഡ് ഗേറ്റും റിമൈനിങ് ഒരു OR ഗേറ്റും വെച്ചിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അല്ലേ. യു ക്യാൻ ജനറേറ്റ് ദ Cout യൂസിങ് ദിസ് എക്സ്പ്രഷൻ. അപ്പോൾ അതുപോലെ ഫുൾ ആഡർ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് NAND ലോജിക് ഓൾസോ. അപ്പോൾ NAND ലോജിക് ബേസിക്കലി നമ്മൾ ഓൾറെഡി ഒരു ലോജിക് ഡിറൈവ് ചെയ്തായിരുന്നു ഫോർ NAND ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട്. നമ്മൾ ഹാഫ് ആഡറിൻ്റെ സമയത്ത് നമ്മളൊരു ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. A XOR B ഈസ് ഈക്വൽ ടു A ഡോട്ട് AB കോംപ്ലിമെൻറ്റ് ദ വോൾ കോംപ്ലിമെൻറ്റ് ഡോട്ട് B ഡോട്ട് AB കോംപ്ലിമെൻറ്റ് ദ വോൾ കോംപ്ലിമെൻറ്റ്. ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ലോജിക്കാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ദിസ് ഈസ് A XOR B. ഫുൾ ആഡർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത്, സോ ബേസിക്കലി ഇപ്പോൾ ഫുൾ ആഡർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി A XOR B XOR Cin അല്ലേ. സോ 2 XOR ഓപ്പറേഷനാണ്. സോ ഇത് ഹാഫ് ആഡറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ആൻഡ് ഫുൾ ആഡർ എടുക്കുമ്പോൾ 2 ഹാഫ് ആഡർ അല്ലേ. ദിസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ സിംഗിൾ ഹാഫ് ആഡർ ആൻഡ് ദിസ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ അനദർ ഹാഫ് ആഡർ. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇംപ്ലിമെൻറ്റേഷൻ, ഈ ഇംപ്ലിമെൻറ്റേഷൻ നോക്കുക. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹാഫ് ആഡർ ആണ്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത് A XOR B. വീണ്ടും അതിൻ്റെ ഒരു റിപ്ലിക്കേഷനാണ് നെക്സ്റ്റ് 4 അല്ലേ. 1 2 3 4 NAND ഗേറ്റ്സ്. അതുപോലെ ഇവിടെ 1 2 3 4 NAND ഗേറ്റ്സ്. ദ നെക്സ്റ്റ് ഹാഫ് ആഡർ റിയലൈസേഷൻ ആണ്. അപ്പോൾ സം യു വിൽ ഗെറ്റ് ദ ഫൈനൽ സം, അതായത് A XOR B. ഇവിടെ വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി A XOR B XOR Cin. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ NAND ഗേറ്റ്. അപ്പോൾ അതുപോലെ Cout എക്സ്പ്രഷൻ, Cout ഈസ് ഓൾസോ ഇംപ്ലിമെൻറ്റഡ്. Coutൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം. Cout ഈസ് ഈക്വൽ ടു Cin സോ നമുക്കറിയാവുന്നൊരു കാര്യം, Cout ഈസ് ഈക്വൽ ടു Cin A XOR B പ്ലസ് AB. Now that is actually equal to Cin A XOR B dot AB complement the whole complement. ശരിയല്ലേ?
ഈ പ്ലസ് നമ്മൾ ഡോട്ട് കൺവേർട്ട് ചെയ്തു ആൻഡ് ബൈ ദിസ് ഇസ് ബൈ ഡി മോർഗൻസ് ലോ. സോ ദിസ് ഈസ് ജസ്റ്റ് ടു ഇംപ്ലിമെൻറ്റ് സി ഔട്ട് ഇൻ നാൻഡ് ലോജിക്. അപ്പോൾ നാൻഡ് ലോജിക്കൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് ഈസ് സി ഔട്ട് അല്ലേ. സി ഇൻ എ എക്സോർ ബി ദ കോംപ്ലിമെൻറ്റ്. എന്താണ് ഇവിടെ ഔട്ട്പുട്ട് നോക്കിക്കേ, ഇറ്റ് വിൽ ബി ദ നാൻഡ് വാല്യൂ ഓഫ് ദീസ് ടു എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് സി ഇൻ എ എക്സോർ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഡോട്ട് എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അത് തന്നെയല്ലോ ഈ എക്സ്പ്രഷൻ. സോ ഇങ്ങനെ നാൻഡ് ലോജിക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ആഡേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ഹാഫ് ആഡർ ആസ് വെൽ ആസ് ഫുൾ ആഡർ ആർ ബേസിക്കലി യൂസ്ഡ് ഫോർ ദി അഡിഷൻ ഓഫ് ബിറ്റ്സ്. അപ്പോൾ ഹാഫ് ആഡർ 2 ബിറ്റ്സ് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഫുൾ ആഡർ അറ്റ് എ ടൈം 3 ബിറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് നാൻഡ് ലോജിക്കിലോ നോറോ അല്ലെങ്കിൽ ആൻഡ് ഓർ ഇൻവെർട്ട് ലോജിക്കോ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ലിസണിങ് ദിസ് വീഡിയോ.